Hi my dear students. Hope all of you are doing fine. And in the last class we were writing notes, right? So today we are going to continue our portion. We were learning about flowchart, and in the last class we learned till the flowchart to draw a flowchart to find the bigger of two numbers. Okay. Today we are going to learn a new portion, that is looping. What? Looping. Looping means, the word looping means repetition of one statement more than once. Okay. That means ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ അത് ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 1 മുതൽ 100 വരെ ഉള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലൂപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്, ഒരേ ഒരു സെന്റൻസ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. ആ സെന്റൻസ് ഇപ്പൊ 1 മുതൽ 100 വരെ എഴുതണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? 1, 2, 3, 4 അങ്ങനെ 100 വരെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരും, അല്ലെ? അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ 1 മുതൽ 100 വരെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കമ്പ്യൂട്ടർ തന്നെ എന്ത് ചെയ്യും? ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി കൊടുത്താൽ മതി. ആ സ്റ്റേറ്റ്മെന്റ് തന്നെ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യുന്നത് വരെ ആ ഒരൊറ്റ സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യുന്നതിന് നമ്മള് പ്രിന്റ് 1, പ്രിന്റ് 2, പ്രിന്റ് 3 അങ്ങനെ 100 വരെ നമ്മൾ എഴുതുമ്പോൾ 100 ലൈൻസ് ആണ് നമുക്ക് പോകുന്നത്. അതേപോലെ നമുക്ക് വർക്ക് ലോഡും വരുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിന്റ് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കും. ആ ഒരു ഒറ്റ സെന്റൻസ് ഉപയോഗിച്ചുകൊണ്ട് 1 മുതൽ 100 വരെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മിസ് കാണിച്ചു തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയല്ലോ ലൂപ്പിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ. ഇനി നമുക്ക് ലൂപ്പിംഗിന് വേണ്ടിയുള്ള ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന 1 മുതൽ 100 വരെ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ സ്റ്റാർട്ട് ബോക്സ്. അപ്പൊ ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാലോ. സ്റ്റാർട്ട് ബോക്സ് വെച്ചിട്ടാണ് ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ബോക്സ്, സ്റ്റാർട്ട്. നമ്മുടെ ഫ്ലോ ചാർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് എന്താണ്? ഫ്ലോ ലൈൻ. സ്റ്റാർട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? ആദ്യം നമ്മൾക്ക് 1 മുതൽ 100 വരെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ ഒരു ലെറ്ററിനകത്ത് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പൊ എ എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ. ആ ലെറ്ററിനകത്താണ് നമ്മൾ കോമൺ ആയിട്ട് നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ മെമ്മറിക്കകത്ത് നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ലേ? അതേപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് മെമ്മറി ഉണ്ട്. ആ മെമ്മറിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പകരം ഒരു വേരിയബിൾ, ഒരു ലെറ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനെയും സ്റ്റോർ ചെയ്ത് വെക്കും. ആ ലെറ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾ. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ ആയിട്ട്, ഒരു ലെറ്റർ ആയിട്ട് നമുക്ക് എ എന്ന് പറയുന്ന ലെറ്ററിനെ നമുക്ക് എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് ഏത് നമ്പറാണ്? 1 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പർ ഏതാണ്? 1. എ ഈക്വൽ ടു എന്താണ്? 1. എ ഈക്വൽ ടു 1. ഇത് എന്തായിരിക്കും? ഇൻപുട്ട് ഔട്ട്പുട്ട് ബോക്സ് ആണോ? അത് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയാണ് എയുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എന്താ? ഇൻപുട്ട്. അപ്പൊ നമ്മൾ വരയ്ക്കേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് ബോക്സ് ആണ് വരയ്ക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? പേ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് എങ്ങനെയാ വരേണ്ടത്? 1, 2, 3 ഇങ്ങനെ 100 വരെ നമുക്ക് ടൈപ്പ് ചെയ്താണ് വരേണ്ടത്. സ്ക്രീനിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ തന്നെ ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കണം, അല്ലെ? ടൈപ്പ് ചെയ്ത് കാണിക്കണം. അപ്പൊ ആദ്യത്തെ നമ്പർ ഏതായിരിക്കണം? 1. ഇവിടെ നമ്മൾ എയെ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആണല്ലോ. അപ്പൊ ആ 1 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എ അങ്ങ് പ്രിന്റ് ചെയ്താ പോരെ? ഓക്കെ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് എ.
പ്രിന്റ് എ എന്ന് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അതായത് കമ്പ്യൂട്ടറിന് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരെയാണ് നമ്മൾ യൂസേഴ്സ് എന്ന് പറയുന്നത്. ആ യൂസേഴ്സ് എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്ന അനുസരിച്ചായിരിക്കും കമ്പ്യൂട്ടർ ഇത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു A = 1. അപ്പൊ അത് എന്ത് ചെയ്യും, A എന്ന് പറയുന്ന ഒരു ലെറ്റർ എടുത്തിട്ട് അതിലേക്ക് 1 എന്ന് പറയുന്ന നമ്പറിനെ അസൈൻ ചെയ്ത് വെക്കും. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ പറഞ്ഞു കൊടുത്തത്, പ്രിന്റ് A. അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. ഇവിടെ നമുക്ക് പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ലല്ലോ, അത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും എന്താണ്, പ്രിന്റ് A എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താണ്. അപ്പൊ ഇൻപുട്ട് അല്ലേ എവിടെ വരുന്നത്, കാൽക്കുലേഷനോ ഒന്നും വരുന്നില്ല. കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ് ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ അതൊന്നും ഇല്ല. പ്രിന്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ എന്താ ഔട്ട്പുട്ട് തരിക, എയുടെ ഔട്ട്പുട്ട്. എക്കകത്ത് ഏത് നമ്പറാണോ സ്റ്റോർ ചെയ്തേക്കുന്നത് അത് ഞങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കുക. അതെന്താണ്, ഔട്ട്പുട്ട് ആണ് അല്ലെ. അപ്പൊ നമ്മള് ഇൻപുട്ട് ഔട്ട്പുട്ട് ബോക്സ് ആണ് ഇതിനു വേണ്ടി വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്രീനിൽ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ നേരെ നോക്കി സ്റ്റാർട്ട് ചെയ്തു. എയിലെ നമുക്ക് 1 എന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു. അടുത്ത ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് പ്രിന്റ് എ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യും, സ്ക്രീനിൽ 1 എന്ന് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ വേണ്ടുന്നത്, 2. ഇപ്പൊ എക്കകത്ത് 1 അല്ലേ, ഇനി അത് 2 ആവണമെങ്കിൽ എന്ത് ചെയ്യണം, എന്താവണം, A = 2, A = 3 അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൂപ്പിംഗ്. അപ്പൊ നമുക്ക് നോക്കിയേ, ഇത് ഓരോ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിനകത്ത് ഓരോ നമ്പേഴ്സ് ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് പോണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1 ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. അതായത് 1 + 1 ആണ് എന്ത്, 2. 2 + 1 എന്താണ്, 3. 3 + 1 4. 4 + 1 5. അങ്ങനെ 1 ആഡ് ചെയ്ത് കൊടുത്താണ് നമുക്ക് നെക്സ്റ്റ് നമ്പേഴ്സ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ A 1 ആണെങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ എയുടെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ എഴുതുന്നത്, A എന്ന് പറയുന്നത് എയുടെ കൂടെ ഇപ്പൊ 1 ആണ്, A + 1. ഓക്കെ, A + 1. ഇപ്പൊ എക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, 1 ആണ്. ആ 1ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2. ആ 2 ആയിരിക്കും ഇനി എയുടെ അകത്തെ വാല്യൂ. ഇതെന്താണ്, കാൽക്കുലേഷൻ ആണ്. അപ്പൊ എന്ത് ബോക്സ് ആണ്, പ്രോസസ് ബോക്സിനകത്താണ് നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത് വെക്കേണ്ടത്. A = A + 1. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ ഒരു പ്രോസസ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്താൽ പോരെ. ഇപ്പൊ നമുക്ക് 2 കിട്ടി. അടുത്ത വീണ്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോ എന്താവും, ഇപ്പൊ എക്കകത്ത് 2 അല്ലേ. അടുത്തത് A = A + 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എക്കകത്ത് ഇപ്പൊ എന്താ കിടക്കുന്നത്, 2. 2 + 1 ആകുമ്പോ 3. ഓക്കെ, അടുത്ത വീണ്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ എക്കകത്ത് 3 ആണ് കിടക്കുന്നത്. 3 + 1 4. അങ്ങനെ അത് 100 വരെ ടൈപ്പ് ചെയ്ത് പോകും. പിടികിട്ടിയോ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം, ഫ്ലോ ലൈൻ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ലൂപ്പിംഗ് എവിടെയാണ് വരുന്നത്, അതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, നമ്മൾ എവിടെ വരെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 1 പ്രിന്റ് ചെയ്തു, A 1 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് എവിടെ വരെ വേണം, ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ. നമ്മൾ ആ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, 100 കഴിഞ്ഞ് 101, 102 അങ്ങനെ 500, 1000, 10,000, then crore, lakh അങ്ങനെ അങ്ങ് ടൈപ്പ് ചെയ്ത് പോകും അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത് 100 വരെ മതി. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കണ്ടേ, ഞങ്ങൾക്ക് 100 വരെ മതി എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അതെങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇപ്പൊ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് പോവാണ്. അത് എവിടെ വരെ ആഡ് ചെയ്യണം, എയുടെ വാല്യൂ 100 ആവുന്നത് വരെ ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, A 100 ആണോ എന്ന് ചെക്ക് ചെയ്യുക. 100 അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം. മനസ്സിലായോ? അതായത് എയുടെ വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് പോവല്ലേ. ആദ്യം നമ്മൾ എക്ക് 1 എന്ന് സെറ്റ് ചെയ്തു, അതിന് ശേഷം നമ്മൾ ആ എ പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് സ്ക്രീനിൽ 1 എന്ന് കിട്ടി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, ഒന്ന് ഇൻക്രീസ് ചെയ്തപ്പം A = 1 + 1 2 ആയി. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം എയുടെ വാല്യൂ 100 ആണോ, അല്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ 2 എന്നുള്ള നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത്, 100 ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് വരയ്ക്കണം,
ഡിസിഷൻ ബോക്സ്. അവിടെ നമ്മൾ ഒരു ഡിസിഷൻ അല്ലേ എടുക്കുന്നത്. അപ്പോ ഡിസിഷൻ ബോക്സ് എന്താ അതിനകത്ത് എഴുതേണ്ടത്? ഇഫ് എ ഈക്വൽ ടു 100, എ 100 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്താൽ ഉടൻ തന്നെ അത് എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ ഡിസൈഡ് ചെയ്യും എയുടെ വാല്യൂ 100 ആണോ? അല്ല, എയുടെ വാല്യൂ 2 ആണ്. 2 ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് സ്ക്രീനിൽ ടൈപ്പ് ചെയ്യണം, പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? ഡിസിഷൻ ബോക്സ് എന്ന് പറയുമ്പോ എന്താ? 2 ഫ്ലോ ലൈൻസ് ഉണ്ട്. ഡിസിഷൻ ബോക്സിന് 2 ഫ്ലോ ലൈൻസ് ഉണ്ട്. എ ഈക്വൽ ടു 100 ആണ് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് വരും. എ ഈക്വൽ ടു 100 അല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് വരും. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ 100 അല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഈ എക്കകത്ത് ഇപ്പൊ കിടക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പർ നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഈ ഫ്ലോ ലൈൻ എങ്ങോട്ടാ വരുന്നത്? പ്രിന്റ് എക്കകത്തോട്ട് പോയാ പോരെ? അതായത് ഇവിടെ വന്നാ മതി അല്ലേ? കണ്ടോ? നീ നോക്കിയേ, ഇപ്പൊ എയുടെ വാല്യൂ 1 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്ലോ ലൈൻ ഇങ്ങനെ വന്നു. പ്രിന്റ് എ, അതായത് 1 എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കാണിച്ചു. ഇനി എന്ത് ചെയ്യണം? ഫ്ലോ ലൈൻ അടുത്ത പ്രോസസ് ബോക്സിലേക്ക് പോയി എ ഈക്വൽ ടു എ പ്ലസ് 1, അതായത് എയുടെ വാല്യൂ ഇപ്പൊ 1 അല്ലേ? 1 പ്ലസ് 1, അപ്പൊ എയുടെ വാല്യൂ എന്തായി? 2 ആയി. ഇനി നമ്മൾ നേരെ ഡിസിഷൻ ബോക്സിലേക്ക് പോകും. എ ഈക്വൽ ടു 100 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണോ? അല്ല, എ ഈക്വൽ ടു 2 ആണ്. അപ്പൊ ആൻസർ എന്താ ഇവിടെ? നോ എന്നാണ് നമുക്ക് ആൻസർ വന്നത്. അപ്പൊ ഫ്ലോ ലൈൻ നേരെ എങ്ങോട്ട് പോയി? ഇവിടേക്ക് വന്നു. അതിനുശേഷം നമ്മൾ എന്താ എഴുതട്ടെ? പ്രിന്റ് എ. അപ്പൊ 2 പ്രിന്റ് ചെയ്തു. വീണ്ടും അടുത്തയിലേക്ക് പോകുമ്പോ എ ഈക്വൽ ടു എ പ്ലസ് 1, എക്കകത്ത് ഇപ്പൊ എന്താ കിടക്കുന്നത്? 2 പ്ലസ് 1 ആകുമ്പോ എന്താവും? എ ഈക്വൽ ടു 3. വീണ്ടും ഡിസിഷൻ ബോക്സിലേക്ക് പോയി എ ഈക്വൽ ടു 100 ആണോ? അല്ല, എ ഈക്വൽ ടു 3 ആണ്. നോ ആണ് ആൻസർ. വീണ്ടും എന്താണ്? ഇത് ഇങ്ങോട്ട് വന്നു. പ്രിന്റ് എ, അതായത് 3 എന്നുള്ളത് ടൈപ്പ് ചെയ്തു, സ്ക്രീനിൽ ടൈപ്പ് ചെയ്തു. വീണ്ടും എ ഈക്വൽ ടു എ പ്ലസ് 1, അതായത് എക്കകത്ത് ഇപ്പൊ കിടക്കുന്ന വാല്യൂ 3 പ്ലസ് 1 ആകുമ്പോ എ ഈക്വൽ ടു 4. നെക്സ്റ്റ് എ ഈക്വൽ ടു 100 ആണോ? നോ. എഗെയിൻ വീണ്ടും ഇത് ഇങ്ങോട്ട് പോകുന്നു, 4 പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ എവിടെ വരെ പോകും? 100 എത്തുന്നത് വരെ ഇത് പൊക്കോണ്ടേയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റ് അല്ലേ വീണ്ടും വീണ്ടും നമ്മൾ റൺ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ലൂപ്പിംഗ്. പിടികിട്ടിയോ? അപ്പൊ നമുക്ക് അവസാനം 99, എ ഈക്വൽ ടു 99 ആയി. 99 പ്ലസ് 1 എന്തായി? 100 ആയി. അപ്പം എ ഈക്വൽ ടു 100 ആണോ എന്ന് നമ്മൾ നോക്കാണ്. നമുക്ക് 100 വരെ ശരിക്കും വേണ്ട. എവിടെ വരെ മതി? 99 വരെ മതി. ഓക്കെ, ഈക്വൽ ടു 100 ആണോ എന്ന് നോക്കി. അപ്പൊ 99 പ്ലസ് 1 എ ഈക്വൽ ടു 100 ആയി. ഇഫ് എ ഈക്വൽ ടു 100, ഈക്വൽ ടു 100 അല്ലേ ഇപ്പൊ നമുക്ക് കിട്ടിയത്. അപ്പൊ ആൻസർ എന്താണ് കിട്ടിയത്? യെസ്. യെസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ സ്റ്റോപ്പ് ചെയ്യുക. തീർന്നു. പിടികിട്ടിയോ ലൂപ്പിംഗ് എന്താന്നുള്ളത്? അപ്പം ഇത്രയും സ്റ്റേറ്റ്മെന്റ് നമുക്ക് എത്ര ടൈംസ് ഒക്കെ പല തവണയായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും എന്താണ് മോർ ദാൻ 1 ടൈം ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു റിപ്പീറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂപ്പിംഗ് എന്ന് പറയുന്നത്. പിടികിട്ടിയ ലൂപ്പിംഗ് എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പൊ ലൂപ്പിംഗ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എന്താണ് നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്? സ്യൂഡോ കോഡ്. സ്പെല്ലിംഗ് നോക്കിയേ, PSEU, സ്യൂഡോ കോഡ്. സ്യൂഡോ കോഡ്, ഇതിനകത്ത് പി എന്ന് പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ സൈലന്റ് ആണ്. ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാ? സ്യൂഡോ കോഡ് എന്ന് വേണം നമ്മൾ ഇത് റീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, പി സൈലന്റ് ആണ്. സോ യു ഹാവ് ടു പ്രൊനൗൺസ് ഇറ്റ് ആസ് സ്യൂഡോ കോഡ്. Okay, and actually I use Malayalam to explain because you will not understand this if I am explaining fully in English. Okay, that's why I am using Malayalam in between. ഞാൻ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മലയാളം കൂടെ ചേർത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഹൗ ഡു യു പ്രൊനൗൺസ് ദിസ് വേർഡ്? സ്യൂഡോ കോഡ്.
ഇനി നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഒരു ഫിഗർ പോലെ വരച്ചാണ് നമ്മൾ ഫ്ലോ ചാർട്ടിനകത്ത് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിനകത്ത് നമ്മളിങ്ങനെ വരച്ചല്ല കാണിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെ പോകണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അത് എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ ഈ സെയിം സംഭവം തന്നെ. അതായത് കമ്പ്യൂട്ടറിലേക്ക് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, കമ്പ്യൂട്ടർ അത് എങ്ങനെ എടുക്കും, കമ്പ്യൂട്ടർ അത് എങ്ങനെ റൺ ചെയ്യും, എങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഫിഗറായിട്ട് വരയ്ക്കുന്ന ഫ്ലോ ചാർട്ട് ആണെങ്കിൽ സ്യൂഡോ കോഡിനകത്ത് നമ്മൾ സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ്, അതായത് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെന്റൻസുകൾ, ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്ത് സെന്റൻസുകളായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. പിടികിട്ടിയ? ഫോർ എക്സാമ്പിൾ അത് നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാ. അതൊന്നുമില്ല, സ്റ്റെപ്പ് 1 എന്ത് ചെയ്യുക, ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യുക. ഓക്കെ, കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് സെക്കൻഡ് എക്സാമ്പിളിലേക്ക് പോകാം. അതായത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ ആണ് സെക്കൻഡ് വൺ. സം ഓഫ് 2 നമ്പേഴ്സ്. ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. ഇപ്പൊ മിസ് പറഞ്ഞു ഈ സ്യൂഡോ കോഡിനകത്ത് നമ്മൾ സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ്, അതായത് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്ത് നമ്മൾ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ സ്റ്റെപ്പിൽ ഓരോ സെന്റൻസ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടറിനെയും കൊണ്ട് നമ്മൾ 2 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത് ആണല്ലോ. അപ്പൊ നമ്മൾ 2 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് എന്ത് വേണം, 2 നമ്പേഴ്സ് വേണം അല്ലെ. അപ്പൊ നമ്മളുടെ സ്റ്റെപ്പ് 1 എന്താണ്, സ്റ്റെപ്പ് 1 എന്തായിരിക്കും, വാട്ട് ഈസ് സ്റ്റെപ്പ് 1? കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും, ഫസ്റ്റ് നമ്പർ എന്റർ ചെയ്യാനായിട്ട് നമ്മളോട് പറയും അല്ലെ. 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആ 2 നമ്പേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ കമ്പ്യൂട്ടർ നമ്മളോട് എന്തായിരിക്കും ചോദിക്കുന്നത്, ടൈപ്പ് ദ ഫസ്റ്റ് നമ്പർ. അത് നമ്മളോട് ചോദിക്കുന്ന രീതി, അത് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചല്ലല്ലോ ചോദിക്കുന്നത്. ടൈപ്പ് ദ ഫസ്റ്റ് നമ്പർ എന്ന് നമ്മളോട് ചോദിക്കുക എന്നുള്ളതിനാണ് നമ്മൾ പറയുന്ന വേർഡ് പ്രോംപ്റ്റ്. PROMPT. നമ്മളോട് കമ്പ്യൂട്ടർ ചോദിക്കുന്നതിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമ്മളെ കമ്പ്യൂട്ടർ ഫസ്റ്റ് എന്താ ചോദിക്കുന്നത്, യൂസറിനോട് ആദ്യത്തെ ഡിജിറ്റ്, ആദ്യത്തെ ഇന്റിജർ എന്റർ ചെയ്യാനായിട്ട് പറയുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പ്രോംപ്റ്റ്. ആരോട്, കമ്പ്യൂട്ടർ പ്രോംപ്റ്റ് ചെയ്യുന്ന ആരോടാ, യൂസറിനോട്. പ്രോംപ്റ്റ് ദ യൂസർ എന്ത്, ടു എന്റർ ദ ഫസ്റ്റ് ഇന്റിജർ. ഫസ്റ്റ് ഇന്റിജർ എന്റർ ചെയ്യാനായിട്ട് പറയുന്നു. എന്റർ the first integer. മനസ്സിലായോ? പിടികിട്ടിയല്ലോ. ഇപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രോംപ്റ്റ് ദ യൂസർ, യൂസറിനോട് ചോദിക്കുന്നു ടു എന്റർ ദ ഫസ്റ്റ് ഇന്റിജർ. ഫസ്റ്റ് ഇന്റിജർ എന്റർ ചെയ്യാനായിട്ട് യൂസറിനോട് അത് പറയുന്നു. ഓക്കെ, ഇന്റിജർ മീൻസ് നമ്പർ. നിങ്ങൾക്കറിയാലോ ഇന്റിജേഴ്സ് എന്താന്നുള്ള മാത്സ് പഠിക്കുന്നല്ലേ. സോ ഫസ്റ്റ് നമ്പർ നമ്മളപ്പം എന്ത് ചെയ്യും, കീബോർഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് നമ്പർ എന്റർ ചെയ്ത് കൊടുത്തു. എന്തായിരിക്കും, 10. ഫോർ എക്സാമ്പിൾ 10 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അടുത്ത എന്താണ്, 2 നമ്പേഴ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ കമ്പ്യൂട്ടറിന് എന്ത് വേണം, രണ്ടാമത് ഒരു നമ്പർ കൂടെ വേണ്ടേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, സ്റ്റെപ്പ് 2 എന്തായിരിക്കും, പ്രോംപ്റ്റ് ദ യൂസർ ടു എന്റർ ദ സെക്കൻഡ് ഇന്റിജർ. സെയിം സ്റ്റെപ്പ് തന്നെയാണ് സ്റ്റെപ്പ് 2. എന്താ, ഇത് തന്നെയാണ്, പ്രോംപ്റ്റ് ദ യൂസർ ടു എന്റർ ദ സെക്കൻഡ് ഇന്റിജർ. മിസ് ഷോർട്ട് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ, നിങ്ങൾ ഫുൾ എഴുതണം കേട്ടോ. പ്രോംപ്റ്റ് ദ യൂസർ ടു എന്റർ ദ സെക്കൻഡ് ഇന്റിജർ. അപ്പൊ നമ്മൾ സെക്കൻഡ് ഇന്റിജർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ 50. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ എന്താണ് ചെയ്യുന്നത്, ഈ നമ്മൾ യൂസർ എന്റർ ചെയ്ത് കൊടുത്ത 2 ഇന്റിജേഴ്സിനെയും എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പൊ സ്റ്റെപ്പ് 3 എന്താണ്, കമ്പ്യൂട്ട് ദ സം ഓഫ്, compute means calculate. Compute the sum of 2 numbers or integers. നമ്മൾ integers അല്ലേ കൊടുത്തത്. അപ്പൊ 2 integers. Sorry. 2 integers.
ഓക്കെ, അപ്പൊ നമ്മളുടെ യൂസർ എന്റർ ചെയ്ത് കൊടുത്ത രണ്ട് ഇന്റിജേഴ്സിന്റെ സം കാണുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 3. അടുത്തത് സ്റ്റെപ്പ് 4 എന്താണ്? സ്റ്റെപ്പ് 4 എന്താണ്? സ്റ്റെപ്പ് 4നകത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സം അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് എങ്ങനെയാണ് നമുക്ക് ആൻസർ തരേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് സ്റ്റെപ്പ് 4നകത്ത്. അത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. സ്റ്റെപ്പ് 4നകത്ത് ഡിസ്പ്ലേ ദ റിസൾട്ട് മാത്രം കാണിച്ചാലും മതി. അത് മതി നമുക്ക്, ടെക്സ്റ്റ് ബുക്കിനകത്ത് വേണ്ട. സ്റ്റെപ്പ് 4നകത്ത് ഡിസ്പ്ലേ ദി റിസൾട്ട്, ഇത്രയും മതി. ഓക്കെ, മനസ്സിലായോ? ഇത് നമ്മൾ ഫ്ലോ ചാർട്ടിനകത്ത് കാണിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം സ്റ്റാർട്ട് ബോക്സ് വരയ്ക്കും, എന്നിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. യൂസർ അങ്ങോട്ട് ഫസ്റ്റ് നമ്പർ ഇൻപുട്ട് ചെയ്യണം. അപ്പൊ ഇൻപുട്ട് ബോക്സിനകത്ത് ഫസ്റ്റ് നമ്പർ, അടുത്തത് ഇൻപുട്ട് ബോക്സിനകത്ത് സെക്കൻഡ് നമ്പർ, നെക്സ്റ്റ് എന്ത് ചെയ്യണം? രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. അപ്പൊ പ്രോസസ് ബോക്സിനകത്ത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക. അപ്പൊ മിസ് പറഞ്ഞു, നമ്മൾ നമ്പേഴ്സ് ആയിട്ടല്ല കൊടുക്കുന്നത്, എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ലെറ്റേഴ്സിനകത്ത് വേരിയബിൾസിനകത്ത് സ്റ്റോർ ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് ഇൻപുട്ട് ബോക്സിനകത്ത് എന്താണ്? പ്രിന്റ് എ. പ്രിന്റ് എ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ചെയ്യുന്നതാണ്. അപ്പൊ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുക, അല്ലെങ്കിൽ പ്രോംപ്റ്റ് എ. യൂസറിനോട് എയുടെ വാല്യൂ എന്റർ ചെയ്യാനായിട്ട് പറയുന്നു. നെക്സ്റ്റ് ഇൻപുട്ട് ബോക്സിനകത്ത് പ്രോംപ്റ്റ് ബി. അപ്പൊ യൂസർ ബി എന്റർ ചെയ്യുന്നു. അടുത്തതിനകത്ത് എന്താണ്? സം കണ്ടുപിടിക്കുക, എ പ്ലസ് ബി. എന്നിട്ട് അതിന്റെ റിസൾട്ട് വേറൊരു ലെറ്ററിനകത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അതായത് സി ഈക്വൽ ടു എ പ്ലസ് ബി. അടുത്ത എന്താണ്? ഡിസ്പ്ലേ. ഔട്ട്പുട്ട് ബോക്സിനകത്ത് പ്രിന്റ് സി. പ്രിന്റ് സി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ചെയ്യുന്നതല്ലേ, കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതല്ലേ. അപ്പൊ പ്രിന്റ് സി. സ്റ്റോപ്പ്. ഇത്രയല്ലേ ഫ്ലോ ചാർട്ട് ഉള്ളൂ. ആ ഫ്ലോ ചാർട്ടിനകത്ത് വരയ്ക്കുന്ന സാധനം നമ്മൾ ഇംഗ്ലീഷ് സെന്റൻസുകൾ യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സോ ഫ്ലോ ചാർട്ട് കഴിഞ്ഞു, സ്യൂഡോ കോഡ് കഴിഞ്ഞു. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ മലയാളീസ് ആയിരുന്നു, കൂടുതൽ നമ്മൾ മലയാളം ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അതേപോലെ ഇംഗ്ലീഷ് അറിയാമെങ്കിലോ അല്ലെങ്കിൽ ഹിന്ദി അറിയാമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഹ്യൂമൻ ബീങ്സിന്റെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ലാംഗ്വേജ് ഒരിക്കലും കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തില്ല. ദേ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ ബീങ്സ് ലാംഗ്വേജ്. സോ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളെ പോലെ എന്താണ്? ഈ ആൽഫബറ്റ്സ് ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്പേഴ്സ് ഒന്നുമല്ല. അതിന് മനസ്സിലാവുന്ന രണ്ട് എന്താ പറയുന്ന നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതാണ് 0 and 1. ഈ രണ്ടെണ്ണം മാത്രം ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ലാംഗ്വേജ് ഫോം ചെയ്യുന്നത്. നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നതോ നമുക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. പക്ഷെ കമ്പ്യൂട്ടറിനകത്ത് ഈ രണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ലാംഗ്വേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇതിനെ നമ്പേഴ്സ് എന്നല്ല പറയുന്നത്, 0യും 1ഉം എന്നും അല്ല നമ്മൾ പറയുന്നത്. എന്താണ് ഈ 0 എന്ന് പറയുന്നതിനെ എന്താ പറയുന്ന? ബിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ബിറ്റ് ആണ് 0 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ 0യെ പറയുന്നത് ഒരു ബിറ്റ്, 1 എന്ന് പറയുന്നത് ഒരു ബിറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള സീറോസിന്റെ വൺസിന്റെ, അതായത് ഒരു നമ്പർ ഇപ്പൊ 0 മാത്രം എഴുതി അതിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. 1 എന്ന് മാത്രം എഴുതി അതിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 8 ബിറ്റുകൾ ചേരുന്നതാണ് ഒരു ബൈറ്റ്. ഫോർ എക്സാമ്പിൾ 0യും 1ഉം ഏത് രീതിയിൽ വേണമെങ്കിലും ഫോം ചെയ്യാം. ഇപ്പൊ 0, 1 എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ എഴുതാണ്, 1 0 1 0 0 1. നോക്കിയേ, 0യും 1ഉം ഞാൻ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ എഴുതി. അത് നമുക്ക് മനസ്സിലാവത്തില്ല, കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് അല്ലേ. 0യും 1ഉം വെച്ച് എഴുതിയാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല. അപ്പൊ എന്താണ്, നമുക്ക് ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ എഴുതി. ഇതിനകത്ത് എത്ര ബിറ്റുകളുണ്ട്? ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 0 ഒരു ബിറ്റ് ആണ്, ഒരു 1 എന്ന് പറയുന്നത് ഒരു ബിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് എത്ര ബിറ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8. എത്ര ബിറ്റ് ഉണ്ട്? 8 ബിറ്റ് ഉണ്ട്. ഇങ്ങനെ 8 ബിറ്റുകൾ ചേരുന്നതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ബൈറ്റ്. BYTE
ബൈറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഏർലിയർ ക്ലാസ്സുകളിൽ പഠിച്ചതായിരിക്കാം. അപ്പൊ ബിറ്റ് എന്ന് പറഞ്ഞാല് ഒരെണ്ണത്തിന്, ഒരു നമ്പറിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ 8 എണ്ണം ചേരുന്നതാണ് എന്ത്, ബൈറ്റ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഓക്കെ, ഇനി നമ്മൾ ഈ ബിറ്റുകളും ബൈറ്റുകളും യൂസ് ചെയ്തിട്ടാണ്, ശരിക്കും പറഞ്ഞാല് ഈ ഒരു ബൈറ്റ് ആണ് ഒരു ലെറ്ററിന്, നമ്മളുടെ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ, എ എന്ന് പറയുന്ന നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ലെറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് ഇതേപോലത്തെ 8 ബിറ്റുകൾ വേണം. അതായത് ഒരു ബൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഇതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും. ഇതിനകത്ത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. അപ്പൊ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫുള്ളി മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. അതായത് മെഷീൻസിന് മാത്രം മനസ്സിലാകുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മെഷീന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, നമുക്കൊന്നും മനസ്സിലാവും. ഇപ്പൊ ഇതേപോലെ എഴുതി തന്നാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ലെറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവത്തില്ല അല്ലെ. അപ്പം മെഷീൻസിന് മാത്രം മനസ്സിലാവുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, മെഷീൻ ലാംഗ്വേജും ഉണ്ട്, അസംബ്ലി ലാംഗ്വേജും ഉണ്ട്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 0യും 1ഉം കൂടെ ബിറ്റുകൾ ചേർന്ന് ബൈറ്റുകളാകുക, 8 ബിറ്റുകൾ ചേർന്ന് ബൈറ്റ് ആയി. അങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്ന 0s ആൻഡ് 1s മാത്രം വെച്ച് സെന്റൻസുകളോ അല്ലെങ്കിൽ ലാംഗ്വേജ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 0യും 1ഉം, അതായത് 0 എന്ന ബിറ്റും 1 എന്ന് പറയുന്ന ബിറ്റും മാത്രമേ യൂസ് ചെയ്താണ് അതിനകത്ത് ലാംഗ്വേജുകൾ, അതായത് പ്രോഗ്രാംസ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനുഷ്യന് മനസ്സിലാകുന്ന സെന്റൻസുകൾ, അതായത് ഇംഗ്ലീഷ് കുറച്ചുകൂടെ സിമ്പിൾസും ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതാണ്. പക്ഷെ നമുക്ക് അതുപോലെ മനസ്സിലാവണമെന്നില്ല. എങ്കിലും ശരിക്കും 0യും 1ഉം മാത്രമല്ല, നമുക്ക് സിമ്പിൾസോ ലെറ്റേഴ്സോ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്ന ലാംഗ്വേജിനെയാണ് എന്ത് പറയുന്നത്, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് പക്ഷെ കൂടുതലും മെഷീൻ ലാംഗ്വേജ് തന്നെയാണ്, എങ്കിലും നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഒക്കെ, അതായത് ഈ കമ്പ്യൂട്ടർ നല്ലോണം പഠിച്ച എഞ്ചിനീയേഴ്സ് ഒക്കെ ആവത്തില്ലേ, അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ നല്ലോണം അത് മനസ്സിലാവും. അതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾസും ലെറ്റേഴ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അസംബ്ലി ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെ പറയുന്ന പേരാണ് നിമോണിക്സ്. എന്താണ്? നിമോണിക്സ്. മനസ്സിലായോ? നിമോണിക്സ്. ഇവിടെ എം സൈലന്റ് ആണ്, നമ്മൾ ഇത് റീഡ് ചെയ്യുന്നത് നിമോണിക്സ് എന്നാണ് റീഡ് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെ പറയുന്ന പേരാണ് നിമോണിക്സ്. അടുത്തത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസുകൾ നമ്മൾ യൂസ് ചെയ്ത് എഴുതുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഇംഗ്ലീഷ് സെന്റൻസുകൾ തന്നെയാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, യൂസ് വളരെ ഷോർട്ട് സെന്റൻസുകളൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുന്നത്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ എക്സാമ്പിൾ ആണ് C++, ബേസിക്, കൊബോൾ, ജാവ, .NET, PHP, ഫോർട്രാൻ, അങ്ങനെയുള്ള കുറേ ലാംഗ്വേജസ് ഉണ്ട്. അപ്പം നിങ്ങൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ലാംഗ്വേജസ് എല്ലാം പഠിക്കും. എന്നിട്ട് ഈ ലാംഗ്വേജിലായിരിക്കും നിങ്ങൾ എന്ത് എഴുതുന്ന, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താണ് അതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണത്? യൂസർ ഫ്രണ്ട്ലി ആണ്, അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എല്ലാ മെഷീൻസിനകത്ത് നമുക്ക് ഒരു പ്രോഗ്രാം. പിന്നെ ഒരു വ്യത്യാസമുണ്ട്, ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഓരോ മെഷീനിനെ ഡിപ്പെൻഡ് ചെയ്തും ലാംഗ്വേജ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിനകത്ത് എഴുതുന്ന ലോ ലെവലിൽ എഴുതുന്ന ഒരു പ്രോഗ്രാം നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടറിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റൺ ചെയ്യാനായിട്ട് പറ്റില്ല.
പിടികിട്ടിയോ? ഓരോ മെഷീനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഓരോ പ്രോഗ്രാം എഴുതിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നോണ്ടൊരു നമ്മുടെ വീട്ടിലൊരു കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം എഴുതി നമ്മൾ റൺ ചെയ്തു. പക്ഷേ ആ സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ സ്കൂളിൽ വന്ന ഒരു കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്താൽ ചിലപ്പോൾ റൺ ആവണമെന്നില്ല. കാരണം രണ്ട് സിസ്റ്റവും വ്യത്യാസമായതുകൊണ്ട്. മനസ്സിലായി? അതാണ് മെഷീൻ ഓറിയന്റഡ് ആണ് എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം മാത്രം മതി. എവിടെ പോയി ഏത് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ അത് റൺ ചെയ്താലും ആ സെയിം പ്രോഗ്രാം അത് റൺ ചെയ്യും. അത് മെഷീൻ ഓറിയന്റഡ് അല്ല, മെഷീനെ ഡിപ്പെൻഡ് ചെയ്തല്ല അതിരിക്കുന്നത്. പിടികിട്ടിയല്ലോ? ഇനി ഇത് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് എന്തെങ്കിലും നമ്മൾ എഴുതിയതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത്. പക്ഷെ ലോ ലെവലിനകത്ത് നമുക്ക് അത്രയും പറ്റില്ല. കാരണം നമുക്ക് മനസ്സിലാവാത്ത ലാംഗ്വേജ് അല്ലേ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എഴുതുന്ന തന്നെയാണെങ്കിൽ നമ്മളിപ്പം സെന്റൻസുകളായിട്ട് നമ്മളിപ്പോ കീബോർഡിനകത്ത് എന്താ ചെയ്യുന്നത്, നമ്മളുടെ ലാംഗ്വേജിലാണ് നമ്മൾ പ്രോഗ്രാം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. പക്ഷെ നമ്മളുടെ ലാംഗ്വേജ് മിസ് പറഞ്ഞു കമ്പ്യൂട്ടറിന് ഒരിക്കലും അത് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ലാംഗ്വേജിനെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റണം അല്ലെ. നമ്മള് ഹ്യൂമൻ ബീയിങ്സിന്റെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കണം, മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റിയാൽ മാത്രമേ മെഷീന് അത് മനസ്സിലാവും, കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവത്തുള്ളൂ. ഈ യൂസർ എന്താണ് ഈ പറയുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അതിന് മനസ്സിലാവത്തുള്ളൂ അല്ലെ. അപ്പൊ ആ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരാള് വേണ്ടേ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് മലയാളം അറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം. വേറൊരു വ്യക്തി, ഒരു സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ വന്നു, ഒരു അറബി വന്നു. അപ്പൊ പുള്ളിക്ക് എന്താണ്, അറബി മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് അറബി അറിയത്തുമില്ല. എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തുമില്ല. അപ്പൊ എന്ത് സംഭവിക്കണം, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ആര് വേണം, ഒരാള് വേണം. ഇംഗ്ലീഷും അറബിയും അറിയാവുന്ന ഒരാള് വേണം. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് അത് അറബിയാക്കി പുള്ളിയോട് പറയും, പുള്ളി അറബിയിൽ പറയുന്നത് ഇംഗ്ലീഷ് ആക്കി തിരിച്ച് എനിക്ക് പറഞ്ഞുതരും. ആ നടുക്ക് നിൽക്കുന്ന നാളെ നമ്മൾ പറയുന്ന പേരെന്താ, ട്രാൻസ്ലേറ്റർ അല്ലെ. അതേപോലെ ഈ കമ്പ്യൂട്ടറിന്റെ കേസിലും നമ്മുടെ ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആക്കാനും മെഷീൻ ലാംഗ്വേജിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ലാംഗ്വേജ് ആക്കാൻ വേണ്ടി ഇതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. അതൊരു വ്യക്തിയാണോ കമ്പ്യൂട്ടറിനകത്ത്? അല്ല, ഒരു ഡിവൈസ്, ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. അത് ഒരു ഡിവൈസ് ആവാം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആകാം, എന്തോ ആകാം. ഓക്കെ, അപ്പം നമുക്ക് ശരിക്കും 3 ടൈപ്പ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ. അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ. ആദ്യം നമുക്ക് അസംബ്ലർ എന്താണെന്ന് നോക്കാം. അസംബ്ലർ എന്ന് പറഞ്ഞാല് ലോ ലെവൽ അസംബ്ലി ലാംഗ്വേജസിനെ, നമ്മളുടെ ലോ ലെവൽ ലാംഗ്വേജ് ഏതൊക്കെയാണ്, അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും. അപ്പൊ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് സിമ്പിൾസും ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് എഴുതുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഈ സിമ്പിൾസ് ലെറ്റേഴ്സിന് മെഷീന് മനസ്സിലാവോ? ഇല്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഏത് മാത്രമാണ്, സീറോസും വൺസും മാത്രം. അതായത് മെഷീൻ ലാംഗ്വേജ് മാത്രമേ അതിന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഈ അസംബ്ലി ലാംഗ്വേജിലാണ് പ്രോഗ്രാം നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്, അസംബ്ലർ. ആ നെയിമിൽ തന്നെ ഉണ്ടല്ലോ അസംബ്ലി ലാംഗ്വേജ്, അസംബ്ലർ. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന പേരെന്താണ്, അസംബ്ലർ. അടുത്തത് കമ്പൈലർ. കമ്പൈലർ എന്ന് പറഞ്ഞാല് നമ്മൾ എഴുതുന്ന ഏത് ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണെങ്കിലും ആദ്യം കമ്പൈലർ ചെയ്യുന്നത് ഇതിനകത്തുള്ള എറേഴ്സ് എല്ലാം, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, നമ്മൾ എഴുതുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എറേഴ്സ്, തെറ്റുകളൊക്കെ സംഭവിക്കും അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ എല്ലാം കണ്ടുപിടിച്ച് ആ തെറ്റുകളെല്ലാം തിരുത്തിയതിനു ശേഷം നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ എന്തായിട്ട് മാറ്റും, മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇത് കമ്പൈലർ എന്ന് പറയുന്നത്. പക്ഷെ അസംബ്ലർ അങ്ങനെ തെറ്റുകളൊന്നും തിരുത്തില്ല. കമ്പൈലർ ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഫുൾ കറക്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, മെഷീൻ ലാംഗ്വേജ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാല് കമ്പൈലർ എന്താ ചെയ്യുന്നത്, ഫുൾ പ്രോഗ്രാമിംഗ് ലൈൻ നമ്മൾ എത്ര ഇപ്പൊ ഒരു 10 ലൈൻസ് എഴുതിയ 10 ലൈൻസിനെയും ഒരുമിച്ചാണ് അത് നോക്കുന്നത്. നോക്കി എറേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മളെ കൊണ്ട് അത് കറക്റ്റ് ചെയ്യിപ്പിച്ച് എന്നിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. പക്ഷേ എന്താണ്,
ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 ലൈൻസ് ഉണ്ടെങ്കിൽ അത് ഓരോ ലൈൻ എടുക്കും, ഫസ്റ്റ് ലൈൻ എടുക്കും. അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, അടുത്ത ലൈൻ എടുക്കും. അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്ന. എറേഴ്സ് എല്ലാം തിരുത്തിയിട്ട് അതെന്താക്കി മാറ്റുന്ന, മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയും മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബിറ്റ്സിലേക്കും ബൈറ്റ്സിലേക്കും കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. 3 ടൈപ്പ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനകത്ത് വലിയ എറേഴ്സ് ഒന്നും വരത്തില്ല. ഏകദേശം മെഷീൻ ലാംഗ്വേജ് പോലെ തന്നെയാണ് അസംബ്ലർ എന്ന് പറയുന്നത്, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്ത കമ്പൈലർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനകത്തുള്ള എറേഴ്സ് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഫുൾ ആയിട്ട് അത് എന്ത് ചെയ്യും, മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്തത് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ ലൈനിലെ എറേഴ്സ് കണ്ടുപിടിക്കും, അത് തിരുത്ത് കറക്റ്റ് ചെയ്യിപ്പിക്കും, നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് റൺ ചെയ്യുന്നത്. അതാണ് 3 ടൈപ്പ് ട്രാൻസ്ലേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ചെയ്യാണ്. ഇതിന്റെ നോട്ട്സ് മിസ് തരും. അപ്പൊ അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഇത്രയും ഈ ഒരു ഫുൾ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.